11 വർഷങ്ങൾക്ക് മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കൊല്ലം ചടയമംഗലം സ്വദേശി മനോജിനെ തേടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അമൃതവല്ലി പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത്. 3 മക്കളുള്ള ഈ അമ്മ ഇന്ന് അനാഥയാണ്. തൊഴിലുറപ്പ് പദ്ധതിക്കും മറ്റു ജോലികൾക്കുമായി പോയാണ് ഇന്ന് അവർ നിത്യവൃത്തി കണ്ടെത്തുന്നത്. മനോജിനെ തേടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെ എത്തിയിരിക്കുന്നത്. മനോജിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അമ്മയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. മനോജ് കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് പോയപ്പോൾ കഴിച്ചിട്ടില്ല. 5 വർഷം അബുദാബി എംബസി കമ്പനി കപ്പലിൽ 5 വർഷം പേർഷ്യയിൽ നിന്ന് അബുദാബി എംബസി കമ്പനിയിൽ അവിടെ നിന്ന് നല്ല ജോലിയും നല്ല പൈസ നല്ലൊരു വീടൊക്കെ വെച്ച് പിന്നെ അവളത് കപ്പലിലെ ജോലി ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് നാട്ടിൽ വന്നു. അപ്പോൾ എനിക്ക് ബിസിനസ് തുടങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അങ്ങനെ എൻ്റെ പേരിലുള്ള ഒരു 11 സെൻറ്റ് സ്ഥലം ഞാൻ മോൻ്റെ പേര് എഴുതി കൊടുത്ത് അത് കൊടുത്ത് 2.5 ലക്ഷം രൂപ ലോൺ എടുത്ത്. പിന്നെ അതാണ് എൻ്റെ അറിവിൽ നടന്ന സംഭവം. പിന്നീട് പിന്നെ ഒരു പത്രത്തിൽ കണ്ടും കൊണ്ട് പറഞ്ഞു എനിക്ക് ബഹറിലേക്ക് വേക്കൻസി ഉണ്ട്, സിംഗപ്പൂരിലേക്കുണ്ട്, ഞാനെന്ന് അങ്ങനെ പോകുക അമ്മ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതിൻ്റെ അന്ന് രാവിലെ ഞാൻ കാപ്പിയെല്ലാം ഒരുക്കി മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ കടയ്ക്ക് ദേവീക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ മോനില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് മോനെ കാണുന്നില്ല. 3-ൻ്റെ അന്ന് പത്രത്തിലൊരു വാർത്ത വന്ന് BJP പാർട്ടിക്കാരുടെ കൂടെ ചേർന്ന് ഒരു പെട്രോൾ പമ്പിന് 10 ലക്ഷം രൂപ മേടിച്ച് ആ 10 ലക്ഷം രൂപയുടെ ഏർപ്പാടിൽ ഈ മോൻ നാട് വിട്ടു പോയെന്നൊരു വാർത്ത പത്രത്തിൽ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അപ്പോൾ അന്ന് അച്ഛനുണ്ടായിരുന്നു. അച്ഛനും ഞാനും കൂടെ അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ പലയിടത്തും പരാതിയൊക്കെ കൊടുത്തിട്ടൊന്നും ഒരു പിടിയും കിട്ടിയില്ല. പിന്നെ ഇപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ 10 ലക്ഷം രൂപ മനോജ് വാങ്ങിച്ചെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ 10 ലക്ഷം രൂപയുടെ ബാധ്യത ഈ മോനുണ്ടെന്നുണ്ടെങ്കിൽ ഈ മോൻ്റെ പേരിലുള്ള 11 സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട്. പിന്നെ എൻ്റെയും അച്ഛൻ്റെയും കൂടെ പേരിലും കുറച്ച് സ്ഥലം കിടപ്പുണ്ട്, ഈ വീടും ഉണ്ട്. അപ്പോൾ ഈ 10 ലക്ഷം രൂപ എന്ത് ബാധ്യത ഉണ്ടെങ്കിലും കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്, ഞാൻ കൊടുത്തോളാം. മോനെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇത് വിറ്റ് ഈ ബാധ്യത തീർത്തോളാം. ഒരു രാഷ്ട്രീയക്കാർക്കും ഒരു ബാധ്യത വരുത്തത്തില്ല. അങ്ങനെ പേടിച്ചാണെങ്കിൽ വരാതിരിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ വരണം. ഇനി എന്നെ ഇപ്പം സംരക്ഷിക്കാൻ വേറെ ആരുമില്ല. അച്ഛൻ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞ്. രണ്ടാമത്തെ ഈ ഏറ്റവും ഇളയ മോനും ദുരൂഹ സാഹചര്യത്തിൽ ആണ് മരിച്ചത്. 3 കുട്ടികളില്ലേ? ഉണ്ട്. ഈ രണ്ടാമത്തെ മകൻ വീട്ടിൽ യാതൊരു ഉത്തരവാദിത്തമുള്ളൊരു പുള്ളിയല്ല. അങ്ങനെ ഞാൻ പുരയിടത്തിൽ നിന്നൊരു 3-4 മരം കൊടുത്ത് പൈസ മേടിച്ച് എനിക്ക് മരുന്നും മേടിക്കണം, എനിക്ക് ഈ മോൻ്റെ മരിച്ച ഇത് നടത്തണം. അപ്പോഴീ രണ്ടാമത്തെ മോനെ പറഞ്ഞറിഞ്ഞ് രണ്ടാമത്തെ മോൻ വന്ന് കതക് ചവിട്ടിപ്പൊളിച്ച് വീട്ടിൻ്റെ അകത്ത് കയറി എനിക്ക് ഭ്രാന്താണ്, എന്നെ പിടിച്ചിട്ട് ഊളംപാറ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് വീട്ടിൽ വേണ്ട പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ചടയമംഗലത്ത് പോലീസ് സ്റ്റേഷനിലും കടയ്ക്കലും പിന്നെ കൊട്ടാരക്കര വനിതാ സെല്ലിലും ഇവിടെ എല്ലാം ഞാൻ പരാതി കൊടുത്തു. എന്നിട്ട് ഇവരാരും ഒരു അന്വേഷണം ഒന്നും എനിക്ക് നടത്തിയില്ല. ഇപ്പം ഞാൻ ജീവിക്കുന്നത് ഈ തൊഴിലുറപ്പിന് പോയി ഈ കർഷക പെൻഷൻ ഉണ്ട്, അതും മേടിച്ച് എനിക്ക് മാസം 2500 രൂപ മരുന്നിന് വേണം. പിന്നെ ആഹാരമൊക്കെ അടുത്തുള്ളവരാണ് തരുന്നത്. വീട്ടിൽ കഞ്ഞി വെച്ച് കുടിക്കാൻ എനിക്ക് നിവർത്തിയില്ല. ഈ മോൻ എനിക്ക് ഭ്രാന്തെന്ന് പറയുന്നുണ്ട്, അതിൽ വല്ലതും കൊണ്ടുവന്ന് ഇടുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് അടുത്ത വീട്ടിൽ നിന്നാണ് ഞാൻ ആഹാരമൊക്കെ കഴിക്കുന്നത്. മിക്കവാറും കിടക്കുന്നതൊക്കെ ബന്ധുക്കളുടെ ഈ വീട്ടിൽ കിടക്കാനും എനിക്ക് പേടിയാണ്. അപ്പോൾ ഈ മോൻ നാട്ടിൽ വന്നെങ്കിൽ എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റും. ഈ മോൻ എത്ര ബാധ്യത ഉണ്ടെങ്കിലും ഈ വസ്തു അവൻ്റെ ഈ രണ്ടാമത്തെ മകൻ്റെ ഓഹരി കൊടുത്ത ബാക്കി വസ്തു ഉണ്ടല്ലോ, അത് ഞാൻ വീട്ടിൽ മൂത്തമ്മൻ്റെ ബാധ്യത തീർത്തോളാം. എങ്ങനെയെങ്കിലും എനിക്ക് എന്നെ നാട്ടിൽ കൊണ്ടുവരണം. പുരുഷന്മാരുണ്ടായാൽ എല്ലാ സൗകര്യങ്ങളും സന്തോഷവുമായി എന്ന് കേൾക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഈ അമ്മയുടെ കഥ കേൾക്കുന്നത്. ഒരു മകൻ മരിച്ചുപോയി, ഒരു മകൻ നാട് വിട്ടുപോയി, ഒരു മകൻ അമ്മയെ നോക്കാൻ കൂട്ടാക്കാതെ വേറൊരു സ്ഥലത്ത് താമസിക്കും. അല്ല, ഇപ്പം വീട്ടിൽ കയറി അതിക്രമിച്ച് താമസിക്കുക. ഇപ്പോൾ വീട്ടിലുണ്ട്. ഭാര്യയുണ്ട്, മക്കളുമുണ്ട്. അമ്മയ്ക്ക് ഭക്ഷണം തരില്ല. എനിക്ക് പേടിയാണ്. എനിക്ക് ഈ ഭ്രാന്താണ്, എന്നെ പിടിച്ചിട്ട് ഊളംപാറ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് ആഹാരം മേടിച്ച് കഴിക്കാൻ പേടിയാണ്. അവിടുന്ന് വാങ്ങിച്ച് കഴിക്കാൻ അവർ തരാൻ തയ്യാറാണ്. തരാമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. എനിക്ക് വീട്ടിൽ ആഴിയാരിട്ട് വേറെ കഞ്ഞി വെച്ച് കുടിക്കാൻ ഇവരെ പേടിച്ചിട്ട് എനിക്ക് വയ്യ. ഈ മകളെങ്ങനെ ചെയ്യുമോ? മകളെന്ന് പറയുമ്പോൾ മകൾ തന്നെങ്കിലും ഭർത്താവ് പറയുന്നതേ മരുമകൾ കേൾക്കൂ. അവർക്ക് ഈ മുതലിൻ്റെ കൂടെ ആർത്തിയുണ്ട്. വീട് അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ 1 ലക്ഷം രൂപ ഇന്ത്യൻ ബാങ്കിൽ എനിക്ക് പേപ്പർ മില്ല് ജോലി ഉണ്ടായിരുന്നു ഭർത്താവിന്. അപ്പോൾ അതിൽ 1 ലക്ഷം രൂപ എനിക്ക് ഇന്ത്യൻ ബാങ്കിൽ അനുവദിച്ചു തന്നപ്പോൾ ഈ മോൻ ചെന്നത് സ്റ്റേ ചെയ്തിട്ട്
പിന്നെ ഈ വസ്തുവിൽ എനിക്കൊരു ഇലയോ ഒരു മരമോ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവന് മുതലേ പണമെന്നുള്ള ഭയങ്കര ആർത്തിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആളുകൾ മുഴുവൻ ഇപ്പോൾ ഈ കുടുംബക്കാരുണ്ടല്ലോ വലിയ കുടുംബക്കാരെന്ന് എനിക്ക് ആരുമില്ല. എനിക്ക് ഒരു സഹോദരനേ ഉള്ളൂ. ആ സഹോദരൻ മരിച്ചുപോയി. അവരെ മക്കളൊക്കെ അല്ലേ? മക്കൾ ഒരു പയ്യൻ പട്ടാളത്തിലാണ്, പിന്നെ ഒരു പയ്യൻ ഇവനുമായിട്ടുള്ള ഇവൻ്റെ സ്വഭാവം കൊണ്ട് ഇവനുമായിട്ട് വഴക്ക് കൂടെ അവരുടെ അമ്മയൊന്നും വിടത്തില്ല. പിന്നെ എനിക്ക് വേറെ ചേട്ടത്തി അനിയത്തി അങ്ങനെ ആരുമില്ല. ഞാൻ ഒരമ്മയ്ക്ക് ഒരു മോള. ഞാൻ നല്ല രീതിയിൽ മനോജ് അമ്മയുടെ എല്ലാ സങ്കടങ്ങളും കേൾക്കുന്നുണ്ടാവും. മനോജ് എന്തോ കടമായിട്ടാണ് പോയത് എന്ന് പറയുന്നു. 2.5 ലക്ഷം രൂപ BJP-യുമായി ബന്ധപ്പെട്ട ഒരു 10 ലക്ഷം രൂപ എന്നാണ് പറയുന്നത്. 10 ലക്ഷം 10 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാനുണ്ട് എന്നാണ് പറയുന്നത്. മുതൽ കിടപ്പുണ്ട്. അത് കൊടുക്കാൻ അമ്മ തയ്യാറാണ്. മകൻ തിരിച്ചു വരികയാണെങ്കിൽ അതിനെ പേടിച്ചിട്ട് വരാതിരിക്കേണ്ട കാര്യമില്ല. ഒരു സുപ്രഭാതത്തിൽ വീട് വിട്ടു പോവുകയാണ് ചെയ്തത്. ഇപ്പം എത്ര വർഷമായി എന്നാ പറഞ്ഞത്? 11 വർഷമായി മനോജ് പോയിട്ട്. ഇപ്പോഴും അമ്മ കാത്തിരിക്കുകയാണ്. ഒരുപാട് ദുരിതങ്ങളും പേറി ജീവിക്കുന്ന അമ്മ, നിങ്ങൾ വന്നാൽ എല്ലാത്തിനും സമാധാനമുണ്ടാകുമെന്ന് പറയുന്നു. അമ്മയ്ക്ക് മാനസികമായ സ്ഥിരബുദ്ധിയില്ല എന്നാണ് നിങ്ങളുടെ അനുജൻ പറയുന്നത്. അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവർക്ക് മരുന്നിന് പൈസ വേണം. എന്നാൽ അത്യാവശ്യ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലാണ് അമ്മ എന്നാണ് അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. മകനും അമ്മയും സ്വരച്ചേർച്ചയിലല്ല. അതൊരു സങ്കടകരമായ ഒരവസ്ഥയാണ്. അമ്മയും മകനും സ്വരച്ചേർച്ചയിലാവണം. അയൽവാസികൾ, സ്നേഹിതന്മാർ, പ്രാദേശിക ഇതിൽ ഇടപെടുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മളുടെ ഒട്ടേറെ സ്ത്രീ സംഘടനകളൊക്കെ ഈ അമ്മയുടെ കാര്യത്തിലും മകൻ്റെ കാര്യത്തിലും ഇടപെട്ട് പ്രാദേശികമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇപ്പോൾ നമുക്കറിയില്ല, നമ്മൾ മകനെ കേട്ടിട്ടില്ല. തീർച്ചയായിട്ടും മനോജ് വന്നാൽ ഇതിനൊക്കെ പരിഹാരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനോജ് കഴിയുന്നതും വേഗം നാട്ടിലേക്ക് വരുന്നത്. ഈ കഥകളൊക്കെ മനോജ് പോയതിന് ശേഷം സംഭവിച്ച കഥകളാണ് ഇപ്പോൾ അമ്മ പറഞ്ഞ പലതും. അതുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കാൻ, നിങ്ങൾക്കൊരു ജീവിതം തിരിച്ചു കിട്ടാൻ തീർച്ചയായിട്ടും മനോജ് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവാസലോകത്തിൻ്റെ പ്രേക്ഷകരോ പ്രവർത്തകരോ മനോജിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം, അല്ലെങ്കിൽ കുടുംബത്തെ അറിയിക്കണം. അമ്മ വളരെ സങ്കീർണമായ ഒരു ജീവിത ഇതിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പറഞ്ഞയക്കേണ്ടത് ഒന്നും എനിക്കൊരു രൂപവുമില്ല. മനോജ് എന്ന ആൾ തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏക പ്രതിവിധി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. മനോജ് തിരിച്ചു വരും. ഈ അമ്മയുടെ കാര്യം കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. 3 ആൺമക്കളെ വളർത്തിയിട്ട് ഒരാളെ കൊണ്ട് പോലും പ്രയോജനമില്ലാതെ എല്ലാം കൂടി അമ്മ ആകെ മരിച്ചമ്മ നല്ലപോലെ നോക്കുമായിരുന്നു. ഇമ്മനും നല്ലപോലെ നോക്കുമായിരുന്നു. ശരിയാവും അമ്മ. ഈ കൈരളിയിൽ ഇത് രണ്ടുപേരും എന്നെ നല്ലപോലെ നോക്കുമായിരുന്നു. കൈരളിയിൽ ഇത് പ്രക്ഷേപണം ചെയ്യണതോടുകൂടി അമ്മയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രശ്നമില്ലാതെ എല്ലാ കാര്യങ്ങളും പുഷ്പം പോലെ പരിഹരിച്ച് മനോജ് വരും. മകൻ നോക്കും, വീട്ടിലുള്ള മകൻ നോക്കും, മകൻ്റെ മക്കളിത് കാണും, എല്ലാവരും കാണും. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. അവർ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ചെറിയ തെറ്റുകളുണ്ടെങ്കിൽ സ്വയം തിരുത്തി അമ്മയെ പരിരക്ഷിക്കാനുള്ള അതുകളുണ്ടാവും. അമ്മയ്ക്ക് ഏതെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അമ്മയും തിരുത്തി സ്നേഹത്തോടു കൂടി കുടുംബജീവിതം നയിക്കും. മനോജ് തിരിച്ചു വരും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ ഈ അമ്മയെ യാത്രയായിരുന്നു. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന വ്യക്തിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈരളി TV, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. പ്രവാസികളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ഒരു അവസാനം കണ്ടെത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ യാത്രയിൽ കൈരളിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും തന്നെ ഞങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി പ്രവാസലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച കാണാം. അതുവരെ നന്ദി.